രാജ്ഘട്ട് എന്ന പേര് യമുന നദിക്കരയിലെ ഒരു പഴയ ഘാട്ടിന്റെ പേരായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കറുത്ത മാർബിൾ പ്ലാറ്റ്ഫോമിലുള്ള ഹേറാം എഴുതിയ സ്മാരകം ഗാന്ധിജിയുടെ ലളിത ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് എത്ര പേർക്കറിയാം. സമാധി സ്ഥലത്തിന്റെ മേൽക്കൂരയില്ലാത്ത രൂപകൽപ്പന ഗാന്ധിജിയുടെ തുറന്ന വിചാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കെടാതെ കത്തുന്ന നിത്യജ്വാല ഗാന്ധിജിയുടെ ചിന്തകളുടെ നിത്യപ്രസക്തിയെയും കൂടെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ അനുഭവിക്കാൻ കഴിയുന്ന ശാന്തിയും അനാവശ്യ ചടങ്ങുകളില്ലാത്ത നിശബ്ദ പ്രാർത്ഥനയും ആചാരങ്ങളെക്കാൾ മുൻപിൽ ശാന്തിയാണ് എന്നുള്ള കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോക നേതാക്കൾ ഇന്ത്യയിലെത്തിയാൽ ആദ്യം സന്ദർശിക്കുന്ന സ്ഥലമാണ് രാജ്ഘട്ട്. എന്നാലും ഇന്നും ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ വേണമെങ്കിലും ഇവിടെ പ്രവേശിക്കാവുന്നതാണ്. രാജ്ഘട്ടിന് ചുറ്റും മറ്റു പ്രമുഖരുടെ സ്മാരകങ്ങളുമുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ശാന്തിവനം, ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥൽ, കൂടാതെ ആർക്കും അറിയാത്ത ഒരു സുന്ദരമായ രാജ്ഘട്ട് ലേക്ക് എന്ന തടാകവും. ഇവിടെ ഒന്ന് കണ്ണോടിച്ചാൽ ഗാന്ധിജിയുടെ പ്രസിദ്ധമായ ചിന്തകൾ വിവിധ ഭാഷകളിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നതും കാണാം. ആത്മീയതയും ലാളിത്യവും ഒരുമിച്ച് ഉണർവേകുന്ന ഒരു സ്ഥലമാണ് രാജ്ഘട്ട്.